24 അവതാരകൻ ഹാഷ്മിക്കെതിരെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ വക്കീൽ നോട്ടീസ് അയച്ചു. ഹാഷ്മി എന്നെ പേടിപ്പിച്ചു എന്നും പറഞ്ഞ് അരുൺകുമാർ പിണറായി വിജയന് മുന്നിൽ കരഞ്ഞു. ഉടൻ മുഖ്യൻ പറഞ്ഞു, എന്നാൽ ഒരു വക്കീൽ നോട്ടീസ് അങ്ങ് അയച്ചേക്കാൻ. CPMകാരുടെ കാലനായി മാറിയിരിക്കുകയാണ് 24 ന്യൂസ് ചാനലിലെ ഹാഷ്മി താജ് ഇബ്രാഹിം. തീപ്പൊരി ഇൻട്രോകൾ കൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെ CPMകാരെ ചവിട്ടിക്കൂട്ടി താഴെ അടിക്കാറുണ്ട് ഹാഷ്മി. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് അരുൺകുമാറിനെ ഹാഷ്മി ചാനലിലിരുത്തി പൊളിച്ചടുക്കിയിരുന്നു. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ മാധ്യമപ്രവർത്തകയും KSU പ്രവർത്തകരും ഗൂഢാലോചന നടത്തി എന്നാരോപിച്ച് സഖാവ് അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു നാറിയ കളി കളിച്ചിരുന്നു. പോലീസ് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ സഖാവ് നടത്തിയ ഉഡായിപ്പ് ഹാഷ്മി പൊളിച്ചടുക്കി. അതാണിപ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്ന പുതിയ കേസിട്ട് ഹാഷ്മിയെ മൂക്കിൽ വലിച്ച് കയറ്റാമെന്നാണ് സഖാക്കൾ സ്വപ്നം കാണുന്നത്. KS അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. അതിലെ ചുരുക്കം ഇങ്ങനെയാണ്: നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയും കേസിലെ ഒന്നാം പ്രതിയും തമ്മിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചുവെന്നും ചാറ്റ് ചെയ്തിരുന്നുവെന്നും ഞാൻ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് ശരിക്കും സത്യസന്ധവുമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് ക്രിമിനൽ കൃത്യങ്ങൾക്ക് ഗൂഢാലോചന നടത്താനുള്ള ലൈസൻസ് അല്ല. സത്യം KSU നേതാവിന്റെ സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സംഭവ ദിവസത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു. ബാക്കി വിവരങ്ങൾ പിന്നീട്. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. കോൾ ലിസ്റ്റ് ഉൾപ്പെടെ അരുൺ പോസ്റ്റ് ചെയ്തിരുന്നു. അരുൺകുമാറിന്റെ നാറിയ കളി ഹാഷ്മി പൊളിച്ചടുക്കിയത് ഇവിടെയാണ്. ഈ CDR എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം ഹാഷ്മി തിരിച്ചു ചോദിച്ചു. ഇതോടെ അരുണിന്റെ വായടഞ്ഞുപോയി. അതായത് പോലീസിന്റെ പക്കലുള്ള CDR ചോർത്തുന്നത് നിയമവിരുദ്ധമാണോ എന്ന ചോദ്യം അരുൺകുമാറിനെ കരയിച്ചു. അഡ്വക്കേറ്റ് കൂടിയായ അരുൺകുമാറിന് എങ്ങനെയാണ് ഈ കേസിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത്? അതായത് ഈ കേസിൽ ഒരു തരത്തിലും അഡ്വക്കേറ്റ് അരുൺകുമാർ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്ങനെ പോലീസിന്റെ കയ്യിലുള്ള രേഖകൾ അരുൺകുമാറിന് കിട്ടി? ഇത് ചോർത്തിയതാണോ എന്നാണ് ഹാഷ്മി ചോദിച്ചത്. പിന്നീട് അങ്ങോട്ട് അരുൺകുമാറിന്റെ രോദനമായിരുന്നു. പോലീസിന്റെ പക്കലുള്ള രേഖകൾ എങ്ങനെയാണ് CPMകാർക്ക് കിട്ടുന്നത്? അതാണ് പ്രസക്തമായ ചോദ്യം. പോലീസ് ആസ്ഥാനം ഇനി AKG സെന്ററിലോട്ട് വല്ലതും മാറ്റിയോ എന്തോ? നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഇത് ഷൂട്ട് ചെയ്യൂ എന്നാണ് മാധ്യമ പ്രവർത്തക പറയുന്നത്. എന്നാൽ അത് കട്ട് ചെയ്ത് മാറ്റി ഷൂ എറിയൂ എന്നാക്കി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഈ കമ്മിക്കൂട്ടങ്ങളാണ്. നവകേരള ബസിനെതിരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസിട്ടാണ് പോലീസ് ഇവരെ കോടതിയിൽ കൊണ്ടുപോകുന്നത്. കോടതിയിൽ നിന്നും കിട്ടി കനത്ത തിരിച്ചടി പോലീസിന്. ഷൂ എറിയുന്നത് എങ്ങനെ വധശ്രമത്തിനുള്ള വകുപ്പിട്ട് എടുക്കും എന്ന ചോദ്യമാണ് അവിടെ നിന്ന് പോലും ചോദിച്ചത്. ഈ പ്രതികളെ പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത്. ഈ കേസിലാണ് മാധ്യമ പ്രവർത്തകയെ കൂടി ഉൾപ്പെടുത്തി കേസ് എടുത്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത് വീഡിയോ പുറത്തുവിട്ടത് ഇവരാണ്. എന്നിട്ട് വന്നിരുന്ന് വാദിക്കുകയാണ്. ഇത് മാത്രമല്ല, വലിയ പുച്ഛത്തോടെയായിരുന്നു അരുൺകുമാറിന്റെ ഇരിപ്പും സംസാരവും ഒക്കെ. അതും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ഹാഷ്മി.